നമസ്കാരം. പത്മാസ് കുസൈനിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സ്ട്രീറ്റ് ഫുഡ് റെസിപ്പിയാണ്. നമ്മൾ പാനിപൂരി, ബേൽപൂരി ഒക്കെ കഴിക്കണ പോലെ വ്യത്യസ്തമായ ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ പേര് കാളൻ എന്നാണ്. നമ്മൾ നാട്ടിലുള്ള കാളനൊന്നുമല്ല, വ്യത്യസ്തമായ രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതിന് വേണ്ടുന്ന ചേരുവകൾ: ഒരു 50 ഗ്രാം മഷ്റൂം നുറുക്കിയത് എടുത്തിട്ടുണ്ട്. അത്രയും തന്നെ ക്യാബേജ് നുറുക്കിയത്, 20 ഗ്രാം സവാള, 15 ഗ്രാം മൈദ, 10 ഗ്രാം കോൺഫ്ലവർ, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, അല്പം ഇഞ്ചി നുറുക്കിയത്. ഇത്രയും കൂടിയാണ് നമ്മളിത് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇതൊന്നും വെള്ളം ഒഴിക്കേണ്ട, അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒന്ന് ഇളക്കി കഴിഞ്ഞു. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ പക്കാവടയുടെ പാകത്തിനാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഇനി എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് ചെറിയ ഒന്ന് ഉണ്ടാക്കിയത് ഇതേപോലെ ഇടാം. വേണ്ട, അല്ലെങ്കിൽ സ്പൂണിലിടാം. ഇതാണ്ടോ, ഇതേപോലെ ഫ്രൈ ആക്കുക, പക്കാവടകളാക്കി. ഇത് നമുക്ക് എണ്ണയിൽ വറുത്ത് കോരാം ആദ്യം. ഇനി നമുക്കതിലുള്ളൊരു മസാല തയ്യാറാക്കാം. അപ്പോൾ പാൻ അടുപ്പിൽ വെച്ച് കഴിഞ്ഞു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 5 മില്ലി വെളിച്ചെണ്ണ. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഇഞ്ചി ഇടാം. ഒപ്പം തന്നെ സവാള ഒരു 20 ഗ്രാം സവാളയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, മല്ലിയും മുളകും പൊടിച്ചത്, ഇത്രയും ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്നുകൂടി വഴറ്റിയെടുക്കുക. അപ്പോൾ ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കോൺ എടുക്കുക, കോൺഫ്ലവർ. ഇതൊന്ന് കലക്കി നമുക്കിതിലേക്ക് ഒഴിക്കാം. കട്ടയില്ലാതെ നല്ല പോലെ ഇത്തിരി കലക്കി ഒഴിക്കാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഇത് ഒഴിക്കുന്നത്, കട്ടയാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി വീണ്ടും അടുപ്പൊന്ന് കത്തിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് 1 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. ചെറു തീയിൽ ഒന്നും കൂടി നമുക്കൊന്ന് വയ്ക്കാം. മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ പക്കാവട പോലെ, അതിനെ ഒന്ന് 2ആയിട്ട് മുറിച്ച് നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊരു 2 മിനിറ്റ് എരിവും പുളിയും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് സിമ്മിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായി വറ്റി കഴിക്കാം. ഈ ഒരു പാകം സ്പൂണിൽ കഴിക്കണ പോലെ പാകമാണ് നോക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മുകളിൽ കുറച്ച് സവാളയും ഇതിൽ കൊടുക്കാം. സവാള നമ്മുടെ കാളൻ തയ്യാറായി കഴിഞ്ഞു. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.